എല്ലാവർക്കും ഈ വിശദീകരണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വല്ലാത്തൊരു കൗതുകമുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് കേട്ടോ. പ്രാചീന ഇന്ത്യയിലെ വമ്പൻ സാമ്രാജ്യങ്ങളുടെയും അവർ ബാക്കിവെച്ച രഹസ്യങ്ങളുടെയും ഒരു 1200 വർഷത്തെ ചരിത്രം. കേൾക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലില്ലേ? ഹാരപ്പൻ സംസ്കാരം തകർന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ചില്ലറ കാലമൊന്നുമല്ല, ഏകദേശം 1500 വർഷങ്ങളുടെ വലിയൊരു ഗ്യാപ്പാണിത്. സിന്ധു നദീതടത്തിൽ ഋഗ്വേദം രചിക്കപ്പെട്ടതും ഉപഭൂഖണ്ഡത്തിൽ പതിയെ കാർഷിക ഗ്രാമങ്ങൾ ഉയർന്നുവന്നതും ഇക്കാലത്താണ്. പിന്നെ മധ്യ-ദക്ഷിണ ഇന്ത്യയില് മഹാശിലാ ശവകുടീരങ്ങൾ, അതായത് മെഗാലിത്തുകളൊക്കെ വന്നു. അങ്ങനെ സാവധാനം സമൂഹം മാറി മാറി വന്ന് ക്രിസ്തുവിന് മുൻപ് 600-ലെ ആ വലിയ വഴിത്തിരിവില് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന തെളിവുകൾ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഈ മഹാസാമ്രാജ്യങ്ങളുടെ കഥകൾ തിരിച്ചറിയുന്നത്? ശരിക്കും ഇതൊരു കുറ്റാന്വേഷണ കഥ പോലെ തന്നെയാണ്. പഴയ പാറകഷ്ണങ്ങളും നാണയങ്ങളും ലിഖിതങ്ങളുമൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് ചരിത്രകാരന്മാർ ചുരുളഴിക്കുന്ന വലിയൊരു രഹസ്യം. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട് മാപ്പ്. ആദ്യം ക്രിസ്തുവിനു മുമ്പ് 600-ലെ ആ വലിയ മാറ്റങ്ങൾ, പിന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ വരവ്, പുതിയ രാജാക്കന്മാരുടെ തന്ത്രങ്ങള്, അക്കാലത്തെ കൃഷിയും കച്ചവടവും, ഒടുവിൽ ഈ പുരാതന ലിഖിതങ്ങളിലെ രഹസ്യ കോഡുകൾ നമ്മൾ എങ്ങനെ പൊളിച്ചു എന്നതും നോക്കാം. ഒന്നാമത്തെ ഭാഗം, ക്രിമു 600-ലെ മാറ്റങ്ങൾ, ഇരുമ്പും നാണയങ്ങളും, പിന്നെ മഹാജനപദങ്ങളും. ഈ ക്രിസ്തുവിന് മുൻപ് 600 എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഒന്നൊന്നര വഴിത്തിരിവായിരുന്നു. ഇരുമ്പിന്റെ ഉപയോഗം കൂടി, നാണയങ്ങൾ വന്നു, അതോടൊപ്പം വലിയ വലിയ നഗരങ്ങളുണ്ടായി. അക്കാലത്ത് 16 വലിയ രാജ്യങ്ങൾ, അതായത് മഹാജനപദങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഗംഗാനദിയുടെ തീരത്ത് കിടക്കുന്ന മഗധ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കിടപ്പുവശം കാരണം മഗധയ്ക്കും മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ വേഗം വളരാൻ പറ്റി. മഗധ എങ്ങനെ ഇത്ര പവർഫുള്ളായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബിംബിസാരനെയും അജാതശത്രുവിനെയും പോലെയുള്ള അതിശക്തരായ രാജാക്കന്മാരായിരുന്നു മെയിൻ. പോരാത്തതിന് ആയുധങ്ങളുണ്ടാക്കാൻ ഇഷ്ടംപോലെ ഇരുമ്പ് നിക്ഷേപം, സൈന്യത്തിന് കരുത്തേകാൻ കാടുകളിൽ നിന്ന് ആനകൾ, ഒന്നാന്തരം കൃഷിക്ക് പറ്റിയ ഫലഭൂയിഷ്ടമായ മണ്ണ്, ഗംഗാനദിയിലൂടെയുള്ള എളുപ്പമുള്ള ഗതാഗതം, പിന്നെ കുന്നുകളാൽ ചുറ്റപ്പെട്ട രാജഗൃഹം എന്ന സുരക്ഷിതമായ തലസ്ഥാനം. ചുരുക്കി പറഞ്ഞാൽ ഒരു സാമ്രാജ്യമാകാൻ വേണ്ടതെല്ലാം മഗധയ്ക്ക് പ്രകൃതി തന്നെ കൊടുത്തു. രണ്ടാമത്തെ ഭാഗം, മൗര്യന്മാരുടെ ഉദയം, ആദ്യത്തെ വലിയ സാമ്രാജ്യം. മഗധയുടെ ഈ വളർച്ച ചെന്നവസാനിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച മൗര്യ സാമ്രാജ്യത്തിലാണ്. പിന്നീട് അശോകന്റെ കാലത്ത് അതങ്ങ് വലുതായി. മൗര്യന്മാരുടെ സൈനിക ശക്തിയെക്കുറിച്ചും മെഗസ്തനീസ് പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഈ വലിയ സൈന്യത്തെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് 6 ഉപസമിതികളുണ്ടായിരുന്നു. നാവികസേന, സാധനങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട്, കാലാൾപ്പട, കുതിരപ്പട, രഥങ്ങൾ, ആനപ്പട, ഇതൊക്കെ പക്കാ പ്ലാനിങ്ങോടെ നിയന്ത്രിക്കാൻ ഈ കമ്മിറ്റികൾ സഹായിച്ചു. അവിശ്വസനീയമായൊരു സിസ്റ്റം തന്നെയായിരുന്നു അത്. ഇത്രയും വലിയൊരു സൈന്യമുള്ള, അത്രയും പവർഫുള്ളായ രാജാവായിരുന്നിട്ടും അശോകൻ സ്വന്തം ശിലാശാസനങ്ങളിൽ കൊത്തിവെച്ചതെന്താണെന്നോ? ദേവാനാം പിയ, അതായത് ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടവനെന്നും, പിയദസ്സി അഥവാ കാണാൻ പ്രിയമുള്ളവനുമാണ്. ദമ്മ എന്ന ആശയത്തിലൂടെ മുതിർന്നവരെ ബഹുമാനിക്കാനും എല്ലാ മതങ്ങളോടും സഹിഷ്ണുത കാണിക്കാനും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അധികാരത്തിന്റെ സ്നേഹം നിറഞ്ഞ വളരെ വ്യത്യസ്തമായൊരു മുഖമായിരുന്നു അത്. മൂന്നാമത്തെ ഭാഗം, പുതിയ രാജാക്കന്മാർ, മാറുന്ന അധികാര സങ്കല്പങ്ങൾ. മൗര്യന്മാർക്ക് ശേഷം വന്ന ഭരണാധികാരികൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേറെ ലെവൽ തന്ത്രങ്ങളാണിറക്കിയത്. നമ്മൾ അശോകന്റെ പിതൃതുല്യമായ ധമ്മ കണ്ടല്ലോ. എന്നാൽ കുശാന ഭരണാധികാരികളെ നോക്കൂ. അവർ തങ്ങളെ തന്നെ ദേവപുത്ര, അതായത് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കാൻ തുടങ്ങി. എന്നിട്ടോ ഉത്തർപ്രദേശിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അവരുടെ സ്വന്തം കൂറ്റം പ്രതിമകൾ അങ്ങ് സ്ഥാപിച്ചു. തങ്ങൾ ദൈവങ്ങളെപ്പോലെയാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാനായിരുന്നു ഈ മാസ്റ്റർ പ്ലാൻ. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റുണ്ട്. ഈ രാജാക്കന്മാർ തങ്ങളെ ദൈവങ്ങളായി കണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ അതായിരുന്നില്ല. പാലി ഭാഷയിലുള്ള ജാതക കഥകൾ വായിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും. താങ്ങാനാവാത്ത നികുതികൾ കാരണം രാജാക്കന്മാരും പ്രജകളും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. കർഷകരാകട്ടെ ഇതിനെതിരെ കടുത്ത അമർഷത്തിലുമായിരുന്നു എന്നാണ് ഈ കഥകൾ പറയുന്നത്. നാലാമത്തെ ഭാഗം, കൃഷിയും നഗരങ്ങളും കച്ചവട സംഘങ്ങളും, സാമ്പത്തിക ശക്തി. രാജാക്കന്മാരുടെ കാര്യം വിടാം, ഈ വലിയ സാമ്രാജ്യങ്ങളെ ശരിക്കും താങ്ങി നിർത്തിയ സാമ്പത്തിക ശക്തിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചരിത്രകാരന്മാരുടെ ഏറ്റവും വലിയ ആയുധം നാണയപഠനം അഥവാ ന്യൂമിസ്മാറ്റിക്സ് ആണു. നാണയങ്ങൾ നോക്കിയാൽ അക്കാലത്തെ സാമ്പത്തിക നില കൃത്യമായി അറിയാം.
തുടക്കത്തിലെ വെള്ളിയും ചെമ്പും കൊണ്ടുള്ള പഞ്ച് മാർക്ക് നാണയങ്ങളിൽ നിന്ന് കുശാനന്മാരും ഗുപ്തന്മാരും ഉപയോഗിച്ചിരുന്ന നല്ല ഒന്നാന്തരം സ്വർണ്ണ നാണയങ്ങളിലേക്കുള്ള മാറ്റം നോക്കിയാൽ മതി അവരുടെ സാമ്പത്തിക പുരോഗതി എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇനി പുരാതന നിയമങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ പാലിക്കപ്പെട്ടിരുന്നു എന്ന് കരുതരുത്. ഉദാഹരണത്തിന്, സംസ്കൃത നിയമഗ്രന്ഥങ്ങൾ പ്രകാരം സ്ത്രീകൾക്ക് ഭൂമിയിൽ അവകാശമില്ലായിരുന്നു. പക്ഷേ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ മകളായ പ്രഭാവതി ഗുപ്ത ഭൂമി ദാനം ചെയ്തതായി ഒരു ലിഖിതത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പുസ്തകങ്ങളിലെ നിയമങ്ങളും അന്നത്തെ യഥാർത്ഥ ജീവിതവും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ? കൃഷിയിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇരുമ്പ് കലപ്പുകളും നെല്ല് പറിച്ചു നടുന്ന രീതിയുമൊക്കെ ഉൽപ്പാദനം കൂട്ടിയെന്നത് സത്യമാണ്. പക്ഷെ അത് ഗ്രാമങ്ങളിൽ വലിയൊരു സാമ്പത്തിക അന്തരമുണ്ടാക്കി. സംഗമസാഹിത്യത്തിൽ പറയുന്നതുപോലെ വലിയ ഭൂവുടമകളായ വെള്ളാളർ, സാധാരണ കർഷകരായ ഉഴവർ, പിന്നെ സ്വന്തമായി ഭൂമിയില്ലാത്ത തൊഴിലാളികളും അടിമകളും, അങ്ങനെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു വിടവ് തന്നെ അക്കാലത്തെ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം, പുരാതന രഹസ്യങ്ങൾ ചുരുളഴിയുന്നു. നമ്മളിതെല്ലാം എങ്ങനെ അറിഞ്ഞു? നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങള് എങ്ങനെയാ കണ്ടെത്തിയത്? അശോകന്റെ ശാസനങ്ങളെക്കുറിച്ചും ധമ്മയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഒരു നിമിഷം, അശോകൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാനാകും? നൂറ്റാണ്ടുകളോളം ആർക്കും ഒരക്ഷരം പോലും വായിക്കാൻ കഴിയാതിരുന്ന ആ ലിപികൾ എങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്തത്? അതൊരു ഗംഭീര ചരിത്രമാണ്. ഇവിടെയാണ് എപ്പിഗ്രാഫി അഥവാ ലിഖിത പഠനം എന്ന ശാസ്ത്രശാഖ ഹീറോ ആകുന്നത്. പാറകളിലും നാണയങ്ങളിലും ലോഹങ്ങളിലുമൊക്കെ കൊത്തിവെച്ചിട്ടുള്ള പുരാതനമായ എഴുത്തുകൾ വായിച്ചെടുക്കുന്ന വിദ്യയാണിത്. മൗര്യ, ഗുപ്ത സാമ്രാജ്യങ്ങളുടെ പൂട്ടിക്കിടന്ന പല രഹസ്യാറകളും തുറക്കാൻ ചരിത്രകാരന്മാരെ സഹായിച്ചത് ഈയൊരു ഒറ്റ ശാസ്ത്രമാണ്. 1838 ആ വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. ജെയിംസ് പ്രിൻസിപ്പ് എന്ന ഉദ്യോഗസ്ഥൻ ഗ്രീക്ക് ഭാഷയും ഖറോഷ്ഠി ലിപിയും ഒരുമിച്ചുള്ള ചില ഇന്തോ ഗ്രീക്ക് നാണയങ്ങൾ പരിശോധിക്കായിരുന്നു. അപ്പോലോ ഡോട്ടേഴ്സ് പോലെയുള്ള പേരുകൾ 2 ഭാഷകളിലും വെച്ച് ഒത്തുനോക്കി ഒടുവിൽ അദ്ദേഹം അശോകന്റെ ബ്രാഹ്മി ലിപി വായിച്ചെടുത്തു. ശരിക്കും ചരിത്രത്തിലെ ഒരു കിഡിലൻ മൊമെന്റായിരുന്നു അത്. എങ്കിലും ഈ ശിലാലിഖിതങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് കേട്ടോ. പല അക്ഷരങ്ങളും മങ്ങിപ്പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. പഴയ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നെന്ന് ചിലപ്പോൾ നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. മാത്രമല്ല, അന്നെഴുതപ്പെട്ടതിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. ഇതിലൊക്കെ ഉപരി ഇതൊക്കെയും രാജാക്കന്മാരുടെയും സമ്പന്നരുടെയും കാഴ്ചപ്പാടിൽ മാത്രം എഴുതപ്പെട്ടവയാണ്. പാവപ്പെട്ട കർഷകരുടെയോ സാധാരണക്കാരുടെയോ ദൈനംദിന ജീവിതം ഇതിലെങ്ങും കാണാൻ കൂടി കഴിയില്ല. അപ്പോ നമ്മൾ ഈ അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുരാതന ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതം ലിഖിതങ്ങളിൽ നിന്ന് മാഞ്ഞുപോയതുപോലെ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും ഭാവിയിലെ ചരിത്രകാരന്മാർക്ക് അറിയാൻ കഴിയാതെ പോവുക? നമ്മൾ ബാക്കിവെക്കുന്ന തെളിവുകൾ നാളെ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുക? ആലോചിക്കേണ്ട കാര്യം തന്നെയാണല്ലേ? എന്തായാലും കൂടുതൽ ചരിത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.